നമസ്കാരം. വെങ്കളം മുങ്ങത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേദികൾ കീഴടക്കിയ ഒരു കലാകാരി, ഒരു ഡാൻസുകാരിയുടെ അടുത്താണ്. നമുക്ക് ആ ഡാൻസുകാരിയെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ആര്യ അച്യുതൻ. ഞാനിപ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന HNC ഹോസ്പിറ്റലിൽ. ഡാൻസിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുമോ? 9 വർഷമായി ഞാൻ ക്ലാസിക്കൽ പഠിച്ചിരുന്നു. വനജാരാജനാണ് പഠിപ്പിച്ചത് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ പരപ്പയിലുള്ളൊരു വെസ്റ്റേൺ ഡാൻസ് വേൾഡ് പരപ്പ എന്ന ടീമിൽ ചേർന്നു. അനീഷ് മാസ്റ്ററാണ് പഠിപ്പിച്ചത്. അവിടെ ഇപ്പോൾ ഒരു 5-7 വർഷമായി. അതെല്ലേ? അതായത് സിനിമാറ്റിക് ഡാൻസും കളിക്കുന്നുണ്ട് അല്ലേ? സിനിമാറ്റിക് ഇല്ല, സെമി ക്ലാസിക്കൽ ആയിട്ട്. വെളക്കാട്ടം എന്നാണ് അതിന്റെ പേര്. വെളക്കാട്ടം അല്ലേ? അപ്പം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടുതലാണ് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ ഡാൻസ്? 2ാം ക്ലാസ് മുതൽ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. 2ാം ക്ലാസ് മുതൽ അല്ലേ? 2ാം ക്ലാസ് മുതൽ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു 8ാം ക്ലാസ്സിൽ പരപ്പ ചേർന്നത്. അപ്പം ഏകദേശം എത്ര അധികം വേദികളിൽ മോള് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആന്ധ്ര, ഗോവ അങ്ങനെ സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ തന്നെ കുറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് വേദികൾ കീഴടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എവിടേക്കാണ് പോയത്? ആ സ്ഥലങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ. പുറത്ത് ആന്ധ്രാപ്രദേശ്, പിന്നെ ഗുജറാത്ത് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് ക്ലാസിക്കൽ ഡാൻസുമായിട്ടാണോ പോയത്? വെളക്കാട്ടമായിട്ടാ. ഡാൻസ് പഠിക്കാൻ പോകാനുള്ള സാഹചര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? 2ാം ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായി, വരുണ എന്നുള്ള പേര്. അവള് ഡാൻസ് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നോടും കൂടി ചോദിച്ചു വരുന്നോന്ന്. അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് ചേർന്നു വനജ ടീച്ചറുടെ അടുത്ത്. പിന്നെ അങ്ങനെ 9 വർഷം അത് പഠിച്ചിട്ടുണ്ടായി. പിന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് ഇവള് തന്നെയാണ് പറഞ്ഞത് വെസ്റ്റേണിലൊരു പരപ്പൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പോകാൻ വേണ്ടിട്ട്. അപ്പോൾ വേറൊരു ഫ്രണ്ട് ഉണ്ട് ശ്രേയ, ഓളും കൂടിയിട്ട് ഞാൻ അവിടെ പോയി. അനീഷ് മാസ്റ്റർ കീഴിലാണ് പഠിച്ചത്. അതിപ്പോ ഒരു 6-7 വർഷമായി പഠിക്കുന്നത്. അപ്പോൾ പോകുന്നുണ്ട് പ്രോഗ്രാമിന്. ജോലി തിരക്കിന്റെ ഇടയിൽ പോകാൻ പറ്റുന്നില്ല, എന്നാലും ഇടക്കിടക്ക് പോകുന്നുണ്ട്. അതല്ലേ? അപ്പം ആര്യ അച്യുതന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കൂട്ടുകാരികളാണല്ലേ? കൂട്ടുകാരികളെ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഉണ്ടായോണ്ട് എത്രത്തോളം ഞാൻ എത്തിയത്. അച്ഛനും ഏട്ടനും എല്ലാവരും ഉണ്ട്, എന്നാലും കൂടുതൽ സപ്പോർട്ട് എൻ്റെ അമ്മയാണ്. അതെല്ലേ? അപ്പൊ നമുക്ക് കുടുംബ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആര്യയുടെ വിശേഷങ്ങൾ, അതായത് വീട്ടുകാരുടെ കുറിച്ചും വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ചിട്ടൊന്ന്. എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഉള്ളൊരു ചെറിയ കുടുംബമാണ്. അമ്മ തൊഴിലുറപ്പിന് വന്നത്, അച്ഛൻ ഒരു ചെറിയ ഹോട്ടലിൽ പോകുന്നത്. പിന്നെ ഏട്ടനിപ്പോ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എവിടെയാണ്? എറണാകുളത്ത്. അതെ അല്ലേ? അപ്പം വീട്ടുകാര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ പല സ്ഥലങ്ങളിലേക്കും ഈ ഡാൻസിനൊക്കെ പോകുന്ന സമയത്ത് അമ്മ അച്ഛനും കൂടെ വരുമോ? എങ്ങനെയാ? ഇല്ല, ടീമിന്റെ കൂടെ പോകുമ്പോ വരൂല. പ്രത്യേകിച്ച് ഈടെ നാട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോ അച്ഛനും അമ്മയും. അപ്പം പുറം നാടുകളിൽ പോയിട്ട് ഡാൻസ് കളിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സ്റ്റേജിൽ വലിയ വലിയ സദസ്സിലൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണ് എന്നുള്ളത്? കുറെ അനുഭവങ്ങൾ ഉണ്ടായി, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ ഇഷ്ടമാണ്, ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് കളിക്കുന്നു. അതെല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? കുച്ചിപ്പുടിയാണോ അല്ലെങ്കിൽ? കൂടുതൽ ഇഷ്ടം ഭരതനാട്യമാണ്. പിന്നെ വിളക്കാട്ടം, സഹസ്രവിളക്ക്, പന്തലാട്ടം, അങ്ങനെ കുറെ ഡാൻസ് ഉണ്ട്. TV ചാനലുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അനുഭവങ്ങൾ ഏതൊക്കെ ചാനലിലാണ് പോയത് അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ അമൃതയിലും ഫ്ലവേഴ്സിലും പോയിട്ടുണ്ട്. ഫ്ലവേഴ്സിൽ ടീമിന്റെ ഒക്കെ പോയത്, അമൃതയില് ഓഡിഷൻ വഴി കിട്ടിയിട്ട് പോയത്. മികച്ച ഒരു ഡാൻസുകാരിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഏത് പ്രോഗ്രാമിലാണ് TV ചാനലിൽ പോയത്? അമൃത TVയിൽ റെഡ് കാർപ്പറ്റിൽ എന്ന പ്രോഗ്രാമിൽ പോയത്. അത് ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്? വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്? നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. ഞാൻ ചെറുപുഴ പഠിക്കുന്ന സമയത്താണ് ഇത് അമൃതയിൽ പോയിട്ടുണ്ടായത്. അവിടുന്ന് കുറെ മാഷന്മാരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായി. അതെല്ലേ? ചെറുപുഴ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് അമൃതയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ മനോജ് മാഷ്
ആണ് പഠിപ്പിക്കുന്നത് നഴ്സിംഗ്. അപ്പൊ മാഷിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ. പിന്നെ അനീഷ് മാസ്റ്ററിന് വരാൻ പറ്റാത്തതുകൊണ്ട് മാസ്റ്ററിന്റെ വൈഫാന്ന് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. ആ. മാസ്റ്റർ കുറെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ. കൂടുതൽ സപ്പോർട്ട് മാസ്റ്റർ ആയിരുന്നു. അവരെ വേറൊരു ടീം, നമ്മളെ ടീമിൽ തന്നെ 2 പിള്ളേർ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു വേറെ. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരിയെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ കേരളം മൊത്തം, ലോകം മുഴുവനും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മാസ്റ്റേഴ്സാണ് മോളുടെ ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം അല്ലേ? ഓക്കെ. അതിനുശേഷം ഏത് ചാനലാണ് പോയത്? പിന്നെ പോയത് ഫ്ലവേഴ്സിലായിരുന്നു. ഫ്ലവേഴ്സിൽ ഓണപരിപാടിക്ക് പോയതാ. ആ ഫ്ലവേഴ്സിൽ പോയ അനുഭവങ്ങൾ ഒന്ന്. ഫ്ലവേഴ്സിൽ ടീമിന്റെ ഒക്കെയാണ് പോയത്. അപ്പൊ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ എല്ലാരും കുറെ പരിപാടി ഉണ്ടായിരുന്നു. കഥകളി, അങ്ങനെ സഹസ്രവിളക്ക്, വിളക്കാട്ടം, അങ്ങനെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. നല്ല അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓണത്തിന്റെ ഭാഗമായിട്ട് പരിപാടി ഉണ്ടായി, അതിന് പോയതായിരുന്നു. അപ്പം കാസർഗോഡ് ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ടാണ് പലപ്പോഴും നിങ്ങളൊക്കെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? ഓക്കെ, സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഒരു ജില്ലയിൽ നിന്ന്, കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കിഴക്കുള്ള ഒരു പ്രദേശമാണല്ലോ നമ്മളിത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കലാകാരി അതേപോലെ തന്നെ എത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ത്യാഗങ്ങളുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് മാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ മോക്ക് പറയാനുള്ള കാര്യങ്ങൾ? പിന്നെ വനജ ടീച്ചറെ കുറിച്ചായാലും നല്ല അഭിപ്രായം തന്നെ. ടീച്ചർ നല്ല കുറെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ എക്സാം എല്ലാം ആയതുകൊണ്ട് നിർത്തിയതായിരുന്നു. പിന്നെ പോകാൻ പറ്റിയിട്ട. പിന്നെ പരപ്പ ട്രൂപ്പിൽ ചേർന്നുകൊണ്ട് അങ്ങനെ അതിൽ പോയി. ആടെ ആയാലും അനീഷ് മാസ്റ്റർ നല്ല സപ്പോർട്ട് ഉണ്ട്. മാസ്റ്ററും കൂടെ കുറെ ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ് ആയാലും കുറെ ഉണ്ട്. അവരൊക്കെ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അവരുടെ ടീമിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? വെസ്റ്റേൺ ഡാൻസ് വേൾഡ് പരപ്പ. ഓക്കെ, വെസ്റ്റേൺ വേൾഡ് ഡാൻസ് പരപ്പ എന്നാണ്. അതേപോലെ തന്നെ വനജ ടീച്ചറിനെ കുറിച്ച് അവരുടെ ഡാൻസ് ടീമിന്റെ പേരെന്താണെന്ന്? ലയം കലാക്ഷേത്രം എന്നാണ് പേര്. ഇവിടെ നീലീശ്വരം ഉണ്ട്, പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, കുറെ സ്ഥലത്തുണ്ട്. കുറേ സ്ഥലങ്ങളിലുള്ള ഒരു ടീച്ചറാണ്. ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭക്ഷണക്രമങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷെ ശരീരപ്രകൃതി അങ്ങനെ അല്ലല്ലോ. ഇവിടെ പുറം നാട്ടിൽ പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ഭക്ഷണം ഒന്നും പിടിക്കില്ല. അതെ അതെ അതെ. വീട്ടില് എന്താണ് കഴിക്കുന്നത്? വീട്ടില് സാധാ ഭക്ഷണം. അങ്ങനെ പറഞ്ഞാല് സാധാ ചോറും കറി. അപ്പം ഡാൻസ് പഠിക്കുന്നതുകൊണ്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും ഇല്ലല്ലേ? സാധാരണ. ഓക്കെ, അമ്മേനെ സഹായിക്കുവോ ജോലി ചെയ്യാനൊക്കെ? അത്യാവശ്യം. അപ്പം ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഈസിയാണ്. നമ്മുടെ കണ്ണുകളല്ലേ, കണ്ണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്, എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മൾ കണ്ണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത്? കൺപീലിയല്ല. കൃഷ്ണമണിയൊന്നുമല്ല. പറ. അതൊക്കെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അറിയോ? തോറ്റാ? ഐബ്രോയാണ് കേട്ടോ. പ്രാദേശികമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ ആരെയും ഒന്ന് ഷെയർ ചെയ്യുമോ? അനുഭവങ്ങൾ കുറേ ഉണ്ട്. ഫസ്റ്റ് ടൈം എല്ലാം സ്റ്റേജിൽ കയറുമ്പോൾ വിളക്ക് വീകല് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തത് തന്നെ ആന്ധ്രയിലായിരുന്നു. അവിടെ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിന്. പിന്നെ ചെയ്തത് ഇവിടെ നാട്ടിൽ തന്നെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ചെയ്ത? ക്ലബ്ബുകളാണെങ്കിലും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കലാകാരികൾ ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലബ്ബുകളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും അതിൻ്റെ ഭാരവാഹികളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ കലാകാരി എന്ന നിലയ്ക്ക് മോക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണ്, അതൊന്ന് പറയോ?
ഇവിടെ നമ്മളെ ക്ലബ്ബ് തന്നെ ഉണ്ട്, മുങ്ങത്തെ ക്ലബ്ബ്. ആ ക്ലബിന്റെ പേരൊക്കെ ഒന്ന് പറ, എല്ലാരും ഒന്ന് അറിയട്ടെ. ഇവിടെ കൃഷ്ണപിള്ള ക്ലബ്ബ് ഉണ്ട്, ആ. അവിടെ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ. പിന്നെ കാവൂർ മുച്ചിലോട്ട് ആ. കളിയാട്ടത്തിന് ഇത് ഉദയസ്മാനത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ആ. അവിടെ നല്ല സപ്പോർട്ട് ഉണ്ടായി. പുതുക്കേ മുച്ചിലോട്ട് ഉണ്ടായിരുന്നു, ആൾക്കാരൊരു കാരണം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിളക്ക് വീകാനായാലും ഒരു തിരക്ക് കൂട്ടിയിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായത്. എന്നാലും കളിച്ചിരുന്നു, അവര് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നത്. ആ ഒരു ചെറിയ അനുഭവം ഉണ്ടായി അവിടെ. വേറെ ഇവിടെ നാട്ടിൽ തന്നെ കുറെ സ്ഥലത്ത് കളിച്ചിട്ടുണ്ട്, അവര് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഒരുപാട് ഞങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാല് സോക്കേഴ്സ് നിറച്ചും കിട്ടിയിരിക്കുന്ന ട്രോഫികളും അതുപോലെ മൊമെന്റോസ് ഒക്കെയാണ്. കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അനുഗ്രഹമുള്ള ഒരു നല്ലൊരു കലാകാരിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നെ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഈ കുഞ്ഞുനാളിൽ ഡാൻസ് പഠിക്കുന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചെറുപ്പത്തിലേ പഠിക്കുന്നത് നല്ലതാണ്. ചെറിയ കുട്ടികൾക്കെല്ലാം നല്ല ഇതുണ്ടാവും, ശരീരം വഴങ്ങാനായാലും നല്ലതാണ് ഡാൻസ്. കുറെ കുട്ടികളുണ്ടാവും കളിക്കാൻ പറ്റാതെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ് ഡാൻസ്. എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത് ഡാൻസിന്. 5 വയസ്സ് മുതൽ പഠിക്കുന്നതാണ് നല്ലത്. ചെറുപ്പത്തിലേ പഠിക്കാൻ തുടങ്ങിയ നല്ലതാണ് ഡാൻസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നർത്തകി ആരാണ്? എല്ലാരും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അങ്ങനെ ആരൊന്നുമില്ല. എല്ലാ നടികമാരെയും പ്രത്യേകിച്ച് ശോഭന മാമിനെല്ലാം നല്ല ഇഷ്ടമാണ്. ആര്യ സെമി ക്ലാസിക്കൽ ഡാൻസ്, അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്? സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡാൻസ് ആണല്ലോ, അപ്പം അതിന്റെ വിശേഷങ്ങളൊന്ന്. സെമി ക്ലാസിക്കലില് കൂടുതൽ ഞാൻ ശിവന്റെ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് ആണ് കളിക്കുന്നത്. പിന്നെ വിളക്ക് വെച്ചിട്ട് കളിക്കുന്ന ഡാൻസ് സെമി ക്ലാസിക്കലായിട്ട് കളിക്കുന്നത്. കണ്ണോട് കാണുമ്പോഴെല്ലാം അങ്ങനത്തെ കുറെ മുകുന്ദ അങ്ങനത്തെ എല്ലാം പാട്ട് വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണോ ഡാൻസ് കളിക്കുന്നത്? ഗ്രൂപ്പ് ആയിട്ട് തന്നെ. പിന്നെ ഇവിടെ നാട്ടിൽ കളിക്കുമ്പോൾ മാത്രം ഒറ്റക്ക് കളിക്കുന്നത്. ട്രൂപ്പില് ഘോഷയാത്രയിലായാലും റോഡ് ഷോ അങ്ങനത്തെ എല്ലാം ഉണ്ടാകലുണ്ട്, അമ്പലപ്പുറ പരിപാടിക്കെല്ലാം അങ്ങനെ പോകുന്നത്. ആര്യ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രസന്റില് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഏതാണ്? കൂടുതലിന് വിളക്കാട്ടും പിന്നെ ശാസ്ത്രവിളക്ക്, പന്തലാട്ടം അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. ഭരതനാട്യം നിർത്തിയിട്ട് കുറെ ആയി, അതുകൊണ്ട് അത് തുടർന്ന് പഠിക്കാൻ പറ്റിയിട്ട. ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിട്ടു. കുച്ചിപ്പുടി മോഹിനിയാട്ടം കുറച്ച് പഠിച്ചിനി, പക്ഷെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടാ. പിന്നെ ഈ ട്രൂപ്പിലേക്ക് വന്നോണ്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഇതാണ്. അതല്ലേ? അപ്പോൾ വിളക്കാട്ടം അതിനെ കുറിച്ചിട്ടൊന്ന് വളരെ വ്യക്തമായിട്ട്, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കൻ മേഖലയിലാണെന്ന് തോന്നുന്നല്ലോ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വലിയ വലിയ ഉത്സവങ്ങളിലും വലിയ വലിയ സ്റ്റേജുകളിലും മാത്രമേ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊന്ന് പറഞ്ഞത്, വിളക്കാട്ടം എങ്ങനെയാണ്, അതിന് എത്ര തിരികളുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? വിളക്കാട്ടത്തില് ഫസ്റ്റ് ഒരു തട്ട് വെച്ചിട്ട് കളിക്കുന്നതില് 5 തിരി വെച്ചിട്ട് കളിക്കാം. പിന്നെ അതിന്റെ മുകളിൽ തട്ടായിട്ട് ഞാൻ 3 തട്ട് വരെ കളിക്കുന്നുണ്ട് ഇപ്പൊ. അതില് 4-5 തിരി വെച്ചിട്ട് തന്നെ കളിക്കുന്നത്. അതൊക്കെ ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് അല്ലേ? അപ്പൊ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം? പ്രാക്ടീസ് നിൽക്കുന്നവരെ എനിക്കൊരു 2-3 മാസം എടുത്തിന് തലയിൽ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ അതിന് വേണ്ടിയിട്ട് തയ്യാറാകണം, അല്ലേ? നന്നായിട്ട് ഒരു ബാലൻസ് ഒന്ന് റെഡി ആകണം, അല്ലേ? ഓക്കെ. ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഈ വിളക്കാട്ടം എന്ന് പറയുന്ന കല? ഡാൻസ് ബുദ്ധിമുട്ടുണ്ടാവില്ല, വിളക്കിന്റെ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഡാൻസ് മുന്നേ പഠിച്ചോണ്ട് അത്ര ഇതില്ല. ഡാൻസ് പഠിക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വിളക്കായാലും ഡാൻസും ഇതും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മൻകുടവും അതുപോലെ തന്നെ വിളക്കാട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അമ്മൻകുട എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അത് വിളക്ക് സാധാ ഒരു വിളക്ക് തലയിലെടുത്ത് വെച്ച് കളിക്കുന്നതാണ്, തലയിലൊന്നും വെക്കുന്നൊന്നുമില്ല. സാധാരണ നില വിളക്ക് തലയിൽ വെച്ചിട്ട് കളിക്കുന്നത്. അത് പന്തലാട്ടായാലും ശാസ്ത്ര വിളക്കായാലും തലയിലൊന്നും വെക്കുന്നില്ല, ഒരു സപ്പോർട്ടിനൊന്നുമില്ല. സാധാ വിളക്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് കളിക്കുന്നത്. ഭയങ്കര റിസ്ക് ആണല്ലേ? കാരണം എന്താ വെച്ചാല് നമ്മൾ ഓഡിയൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ, ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാട്ട് ശരിക്കും കേൾക്കണം, കൂടെയുള്ളവരെ ശ്രദ്ധിക്കണം.
അതിനേക്കാളും ഉപരിയായിട്ട് ഈ വിളക്ക് ബാലൻസ് ചെയ്ത് വെക്കണം അല്ലേ? പിന്നെ നമ്മുടെ ഡ്രസ്സ്, ആഭരണങ്ങൾ ഒക്കെ എല്ലാം കൊണ്ട് ഭയങ്കര ആയിരിക്കും അല്ലേ? ഒരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും അല്ലേ? ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റേജ് കളിക്കുമ്പോഴായാലും. പേടി കൂടുതലാണ്. ഓഡിയൻസിനെ കാണുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ തലേന്ന് നിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മുത്തപ്പന്റെ അമ്പലത്തിൽ കളിച്ചിട്ടുമ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കളിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. പിന്നെ വെച്ചത് ശീലായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 3 തട്ടെല്ലാം കളിക്കുന്നുണ്ട്. 3 തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 വിളക്കുണ്ടാവും. ജോയിന്റ് ചെയ്തിട്ട് വെച്ചിട്ട് കളിക്കുന്നത്. അതായത് ആദ്യമേ ബാലൻസ് ചെയ്തിട്ട് ഒരു വിളക്ക് വെക്കും, പിന്നെ ഒരു ചെറിയൊരു തട്ട് വെച്ചിട്ട് പിന്നെയും വിളക്ക്, അങ്ങനെ 3 വിളക്ക് വെച്ചിട്ട്. നിങ്ങളുടെ ടീമിൽ എത്ര വിളക്ക് വരെ വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്? ഇപ്പൊ നിലവിൽ 3 വിളക്കാണ് കളിക്കുന്നുള്ളത്. എല്ലാവർക്കും ആവുന്നില്ല, എന്നാലും 2-3 വിളക്ക് കളിക്കുന്നുണ്ട്. വിളക്ക് ഇങ്ങനെ കളിക്കുന്നില്ല. ഇപ്പൊ കൂടുതൽ കിട്ടുന്നത് ഇത് ശാസ്ത്ര വിളക്കാണ്. ആര്യ, പന്തലാട്ടം എങ്ങനെയായിരുന്നു? പന്തലാട്ടം ബുദ്ധിമുട്ടാണ്. വെയിറ്റ് കൂടുമ്പോ തീയുള്ള പന്തം വെച്ചിട്ട് ഇതാക്കുന്നതല്ലേ, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് ടൈം കളിക്കുമ്പോ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ചാല്, കുഞ്ഞുനാളിൽ മുതലേ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ആര്യ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്ര അധികം ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ ആണെങ്കിലും ഇതുപോലെയുള്ള പന്തലാട്ടവും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും പഠിക്കാനുള്ള അവസരം കിട്ടിയത് അല്ലേ? അപ്പോൾ നല്ലൊരു ദൈവാനുഗ്രഹം ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളെ പ്രേക്ഷകരോട്, അതായത് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ് നമുക്ക് പറയാനുള്ളത് ഈ ഡാൻസുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോളൂ. ഡാൻസ് പരമാവധി എല്ലാവരും പഠിക്കാൻ ശ്രമിക്കാം. ചെറുപ്പത്തിലേ പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്നെ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വെസ്റ്റേൺ ഡാൻസ് ടീമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, അതിനെ കുറിച്ചിട്ട് എത്ര കുട്ടികളുണ്ട്? ജസ്റ്റ് ടീമില് 40 സംതിങ് ആൾക്കാരുണ്ട്. കുറെ പരിപാടി ഉണ്ട്. പിന്നെ ബോയ്സ് ആയാലും സിനിമാറ്റിക് ഉണ്ട്, കഥകളി, തെയ്യം, പിന്നെ പെണ്ണുങ്ങളെ കാവടി, പൂക്കാവടി ഉണ്ട്, പിന്നെ ചെണ്ട ഉണ്ട്, ശിങ്കാരി കാവടി, അതെല്ലാം ഉണ്ട്. അതല്ലേ? അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇതിനെല്ലാം അനീഷ് മാസ്റ്ററാണ് നിയന്ത്രിക്കുന്നത്. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് മാസ്റ്ററാണ്. വൈഫായാലും നല്ല സപ്പോർട്ട് ഉണ്ട്. വൈഫിന്റെ പേര് സജിത എന്നാണ്. ചേച്ചി അമൃതയിൽ പോകുന്ന സമയത്ത് ചേച്ചിയാണ് കൂടുതൽ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നത്. അതല്ലേ? അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ് ആര്യ? സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, എന്നാലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ടാവലുണ്ട്. ഡാൻസ് കളിച്ച റീൽസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇതാണ്. ഒരുപാട് കഴിവും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു കലാകാരിയാണ് ആര്യ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലേൻ്റെ പുറത്തുള്ള ആൾക്കാർ വേഗം ഐഡൻറ്റിറ്റി ചെയ്യാത്തത്. അപ്പോൾ ഞങ്ങളെ എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ, മോളെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഡാൻസ് എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ഡാൻസ് ഏരിയയാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു കലാകാരിയാണ്, അപ്പം TV ഫെയിമാണ്, അങ്ങനെയൊക്കെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇതുപോലെയുള്ള കഴിവുള്ള കലാകാരികളെ പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക, ഒരുപാട് വേദികൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചാനലിൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. കലാകാരി എന്ന നിലയ്ക്ക് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലേ? ആ ജോലിയുടെ സമയത്ത് പോലും, പഠിക്കുന്ന സമയത്ത് പോലും, സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സുകൾ വിളിക്കുന്ന സമയത്ത് ഇതെങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ നിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ട്. രാഹുൽ സാറിനോട് ആദ്യമേ അവിടെ ജോയിൻ ചെയ്യുമ്പോഴേ ഞാൻ ഒരു പരിപാടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ സാർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പരിപാടി ഉണ്ടായ സമയത്തെല്ലാം പോയിക്കോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതും രണ്ടും അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കൂടുതൽ പരിപാടിക്ക് പോകുന്നത്. ലീവും കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ സാറ് എടുത്തോന്ന് പറയലുണ്ട്. HNC ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. HNC തന്നെ കുറെ ഹോസ്പിറ്റലുണ്ട്, കണ്ണൂരായാലും പിന്നെ കാസർഗോഡ്, അവിടെ മട്ടന്നൂർ, അവിടെ കുറെ സ്ഥലത്തുണ്ട്.
കൂടുതലായിട്ട് നമ്മളെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അവർ കൂടുതൽ എന്നെ അറിയുന്നത്. ബാക്കി അങ്ങനെ അറിയുന്നില്ല. രാഹുൽ സാറിന്റെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായോണ്ട് ഞാൻ പരിപാടിക്കെല്ലാം പോകലുണ്ട്. ഉണ്ടല്ലേ? അടുത്ത ഫ്രണ്ട്സിന്റെ ആയാലും സപ്പോർട്ട് ഉണ്ട്. കാരണം വെച്ചാല് ഒരു കലാകാരിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട കുട്ടിക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യേണ്ട ദിവസം കൂടെയാണ് ഇന്ന്. അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്.